വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എല്ലാവർക്കും സ്വാഗതം. CC ഓണം നല്ലോണം പഠിച്ചോണം. CSIR ഫിസിക്സ് പഠിക്കുന്ന എല്ലാവർക്കും ഉള്ള മറ്റൊരു സ്വപ്നം ആണ് നമ്മുടെ ഗേറ്റ് ഒന്ന് ക്രാക്ക് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ ഗേറ്റിലേക്കുള്ള ആപ്ലിക്കേഷൻസ് വിളിച്ചിട്ടുണ്ട്. 2027 ഗേറ്റ് എക്സാമിൻ്റെ ആപ്ലിക്കേഷൻസ് ഇപ്പോൾ ഓപ്പൺ ആണ്. അപ്പോൾ CSIR ഫിസിക്സ് പഠിക്കുന്ന നിങ്ങളെല്ലാവരും ഗേറ്റ് എക്സാം കൂടി അപ്പിയർ ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പോൾ ഞാനൊക്കെ CSIR ഫിസിക്സ് പഠിക്കുന്ന സമയത്ത് എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സൊക്കെ പറയുമായിരുന്നു, നിങ്ങൾ നിർബന്ധമായിട്ടും ഗേറ്റ് എക്സാം കൂടി എഴുതണം എന്ന് അവർ പറയുമായിരുന്നു. കാരണം ഗേറ്റ് പാസ്സായാൽ കിട്ടുന്ന കുറേ പ്രയോജനങ്ങൾ നമുക്കുണ്ട്. സോ ഗേറ്റ് സ്കോർ ഉണ്ട് എന്ന് പറയുമ്പോൾ ഒരാൾക്ക് നമ്മുടെ പ്രൊഫൈലിൽ നമ്മളത് കാണിക്കുമ്പോൾ തന്നെ അതിനൊരു വാല്യൂ ഉണ്ട് എന്നുള്ളതാണ് സത്യം. സോ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഗേറ്റ് എക്സാമിന് നിർബന്ധമായിട്ടും അപ്ലൈ ചെയ്യുക. എക്സാമും നന്നായിട്ട് പഠിച്ച് പോയി എഴുതുക. സോ ഇൻ ദിസ് വീഡിയോ വി വിൽ ബി ഡിസ്കസിങ് അബൌട്ട് everything that you need to know before you start preparing for your gate examination. So before we go into our gate examination roadmap, so നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ഓണം ഓഫറായിട്ട് നമ്മൾ 20% ഓഫോടുകൂടി എല്ലാ CSIR കോഴ്സുകളും ഇപ്പോൾ അവൈലബിൾ ആണ്. നമ്മുടെ ഫിസിക്സ്, ലൈഫ് സയൻസ്, കെമിസ്ട്രി തുടങ്ങിയ പേപ്പറുകൾ നമുക്ക് ഇപ്പോൾ 20% ഓഫറിൽ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ അവൈലബിൾ ആണ്. സോ ഈ ഓഫർ മാക്സിമം പ്രയോജനപ്പെടുത്തുക, ഓണം ആഘോഷിക്കുക. സോ നമ്മൾ ഗേറ്റ് എക്സാമിനെ പറ്റി സംസാരിക്കുന്ന സമയത്ത് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നമുക്ക് ഗേറ്റ് പഠിക്കാൻ ഇഷ്ടമാണ്, ഗേറ്റിന് വേണ്ടി ഞാൻ സിലബസ് ഒക്കെ നോക്കി, CSIRനെ വെച്ച് നോക്കുമ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ച് സിമ്പിളാണ്, പക്ഷേ എന്നിരുന്നാലും ഇത് എവിടുന്ന് ഞാൻ പഠിച്ചു തുടങ്ങണം, ഗേറ്റിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് ഞാൻ പഠിക്കേണ്ടത് ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ആൾക്കാർ ചോദിക്കാറുണ്ട്. അപ്പോൾ CSIR ഫിസിക്സ് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം CSIR ഫിസിക്സിന് വേണ്ടിയുള്ള നമ്മുടെ അതേ സിലബസ്, ഒരു 95%, 99% എന്നൊക്കെ പറയാം, അതേ സിലബസ് തന്നെയാണ് ഗേറ്റ് ഫോളോ ചെയ്യുന്നത്. സോ യു നീഡ് നോട്ട് ഹാവ് എ സെപ്പറേറ്റ് കോച്ചിങ് ഫോർ ഗേറ്റ് എക്സാമിനേഷൻ. പക്ഷേ ഗേറ്റിന് വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു കോച്ചിങ് ഉണ്ടെങ്കിൽ അതൊരു അഡീഷണൽ ബെനിഫിറ്റ് ആണ്. നിങ്ങൾക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഫെമിലിയറൈസ് ചെയ്യാൻ പറ്റും, ഒരു എക്സാമിനേഷൻ മോഡൊക്കെ മനസ്സിലാക്കി നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പോയിട്ട് എക്സാമിന് അറ്റൻഡ് ചെയ്യാനായിട്ടും പറ്റും. സോ അതാണ് നമുക്ക് പറയാനുള്ളത്. സോ ഗേറ്റിന് എവിടെ നിന്ന് പഠിച്ചു തുടങ്ങണം? പിന്നെ കുറേ പ്രോബ്ലംസ് നമുക്കിങ്ങനെയുണ്ട് അല്ലേ. വാട്ട് ഷുഡ് ഐ സ്റ്റഡി ഫസ്റ്റ്? ഏത് പേപ്പർ തുടങ്ങണം? സോ ഏത് പേപ്പറുകൾക്കായിരിക്കണം കൂടുതൽ ഞാൻ പ്രാധാന്യം കൊടുക്കേണ്ടത്? സോ ഹൗ ഷുഡ് ഐ യൂസ് ദീസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് വെൻ ഷുഡ് ഐ സ്റ്റാർട്ട് സോൾവിങ് മോക്ക് ടെസ്റ്റ്? ഇങ്ങനത്തെ പല ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവും. സോ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഒരു ഉത്തരം തരിക എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ദിസ് ഈസ് യുവർ ഗേറ്റ് എക്സാമിനേഷൻ ഇൻ എ ഹോൾ മാനർ. സോ അതൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്. ഇപ്പോൾ CSIRും കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്. സോ അതുകൊണ്ട് അതൊരു വ്യത്യാസം വരുന്നില്ല നിങ്ങൾക്ക്. സോ യു ഹാവ് 3 hours, 65 questions. CSIRന് 55 ചോദ്യങ്ങൾ ആൻസർ ചെയ്താൽ മതി. ദെൻ ഇവിടെ 100 മാർക്കിനാണ്, CSIR 200 മാർക്കിനാണ്. ദെൻ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് പ്ലസ് ഫിസിക്സ്, CSIRനും ജനറൽ ആപ്റ്റിറ്റ്യൂഡ് പ്ലസ് ഫിസിക്സ് ആണ്. സോ ദി ക്വസ്റ്റ്യൻ ഫോർമാറ്റ്സ് ഇൻക്ലൂഡ്, അവിടെയാണ് മേജർ ആയിട്ടുള്ളൊരു വ്യത്യാസം. ക്വസ്റ്റ്യൻ ഫോർമാറ്റിൽ MCQs ഉണ്ട്, MSQs ഉണ്ട്, NAT ഉണ്ട്. അപ്പോൾ ഇത്തവണ മുതൽ CSIRൻ്റെ ഡിസംബർ എക്സാമിനേഷൻസ് മുതൽ NAT ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൂടി CSIR ഇൻക്ലൂഡ് ചെയ്യും എന്ന് പറയപ്പെടുന്നു. സോ അങ്ങനെയെങ്കിൽ ഇവിടെ MSQ മാത്രമായിരിക്കും ഇല്ലാത്തത്. സോ MCQ നമുക്കറിയാം, ഒരു ചോദ്യം ഒരു കറക്റ്റ് ആൻസർ. MSQ ഒരു ചോദ്യം മൾട്ടിപ്പിൾ കറക്റ്റ് ആൻസേഴ്സ് ഉണ്ടാവും. NAT എന്ന് പറയുമ്പോൾ നമ്മൾ ആൻസർ ടൈപ്പ് ഇൻ ചെയ്യണം, അതൊരു ന്യൂമറിക്കൽ ആൻസർ ആയിരിക്കും. അപ്പോൾ അവർ നിശ്ചയിച്ചിരിക്കുന്ന എറർ ബാറിനുള്ളിൽ നമ്മുടെ ന്യൂമറിക്കൽ ആൻസർ വരികയാണെങ്കിൽ യു വിൽ ബി അവാർഡഡ് മാർക്സ്. അപ്പോൾ ഈ 3 തരം ചോദ്യങ്ങളായിരിക്കും നമുക്ക് ഗേറ്റ് എക്സാമിനേഷന് ഉള്ളത്. സോ അപ്പോൾ ഗേറ്റ് സ്കോർ എന്ന് പറയുന്നത് നമ്മൾ നിസ്സാരം വെറുതെ പഠിച്ചു എന്നതുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം പഠിച്ചു തീർത്തു, സിലബസ് പഠിച്ചു തീർത്തു എന്നതുകൊണ്ട് മാത്രം നമുക്ക് കിട്ടുന്ന ഒരു കാര്യമല്ല. സോ യു നീഡ് കോൺസെപ്റ്റുവൽ അണ്ടർസ്റ്റാൻഡിങ് പ്ലസ് പ്രോബ്ലം സോൾവിങ് സ്കിൽസ് പ്ലസ് ആക്യുറസി. ആഡഡ് ടു ദാറ്റ് യു മസ്റ്റ് ഹാവ് ടൈം മാനേജ്മെൻറ്റ് ടു. അപ്പോൾ പ്രോപ്പറായിട്ട് ടൈം മാനേജ് ചെയ്ത 3 മണിക്കൂറിനുള്ളിൽ 65 ചോദ്യങ്ങളും നമ്മൾ ആൻസർ ചെയ്ത്
ആക്യുറേറ്റ് ആയിട്ട് ആൻസർ ചെയ്യാനായിട്ട് സാധിച്ച് പ്രോബ്ലം സോൾവിങ് വഴി നമുക്ക് സ്കിൽസ് ഡെവലപ്പ് ചെയ്ത് വന്ന് എങ്കിൽ മാത്രമേ കോൺസെപ്റ്റൽ അണ്ടർസ്റ്റാൻഡിങ്ങോടുകൂടി പ്രോബ്ലം സോൾവ് ചെയ്ത് ടൈം മാനേജ്മെൻറ്റ് നടത്തി ഇങ്ങനെ പോയെങ്കിൽ മാത്രം ഇതൊരൊറ്റ പ്രോസസ്സാണ്. സോ ഈ പ്രോസസ്സിലൂടെ നിങ്ങൾ പോയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു നല്ല ഗേറ്റ് സ്കോറ് കിട്ടുകയുള്ളൂ. സോ അതുകൊണ്ട് നിങ്ങൾ പഠിക്കുമ്പോൾ വളരെ ഇൻഡെപ്തായിട്ട് പഠിക്കണം. CSIRന് പഠിക്കുന്നത് പോലെ തന്നെ പഠിക്കണം. എങ്കിലേ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഗേറ്റ് സ്കോറ് കയറ്റിയെടുക്കാനായിട്ട് പറ്റൂ. സോ അതുകൊണ്ട് ശ്രദ്ധിക്കണം, നന്നായിട്ട് പഠിച്ചിട്ട് പോയി എക്സാം അറ്റൻഡ് ചെയ്യുക. സോ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഗേറ്റ് ഫിസിക്സ് സിലബസ്. അപ്പോൾ ഫിസിക്സിന് ഇത്തവണ സിലബസിന് മാറ്റം ഇല്ല. ഏതൊക്കെയോ ചില എഞ്ചിനീയറിംഗ് പേപ്പറുകൾക്കൊക്കെ ഗേറ്റ് സിലബസിന് ചെറിയ മൈനർ ചേഞ്ചസ് ഉണ്ട് എന്ന് അവരുടെ പ്രോസ്പെക്ടസിൽ പറഞ്ഞിട്ടുണ്ട്. സോ നമ്മുടെ സിലബസ് എന്ന് പറയുന്നത് മാത്തമാറ്റിക്കൽ ഫിസിക്സ്, ക്ലാസിക്കൽ മെക്കാനിക്സ്, ഇലക്ട്രോമാഗ്നറ്റിക് തിയറി, ക്വാണ്ടം മെക്കാനിക്സ്, തെർമോഡൈനാമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഫിസിക്സ്, അറ്റോമിക് ആൻഡ് മോളിക്യുലാർ ഫിസിക്സ്, ന്യൂക്ലിയർ ഫിസിക്സ്, സോളിഡ് സ്റ്റേറ്റ്, ദെൻ ഇലക്ട്രോണിക്സ്. ഇത്രയുമാണ് നമുക്കുള്ളത്. ഇത് തന്നെയാണ് CSIR ഫിസിക്സിനും ഉള്ള സിലബസ്. സോ ഡോണ്ട് ട്രീറ്റ് ദ സിലബസ് ആസ് എ ചെക്ക് ലിസ്റ്റ്, ട്രീറ്റ് ഇറ്റ് ആസ് എ നെറ്റ്വർക്ക് ഓഫ് കണക്റ്റഡ് കോൺസെപ്റ്റ്സ്. അപ്പോൾ ഇത് ഞാൻ മാത്തമാറ്റിക്കൽ ഫിസിക്സ് പഠിച്ചു തീർന്നു, ഇനി ഞാൻ അതിലേക്ക് തിരിഞ്ഞു നോക്കില്ല എന്നതിനർത്ഥം ഞാൻ ക്ലാസിക്കൽ മെക്കാനിക്സ് പഠിക്കുമ്പോൾ മാത്തമാറ്റിക്കൽ ഫിസിക്സ് ആവശ്യമില്ല എന്നാണ്. അങ്ങനെയല്ല, നമുക്ക് മാത്തമാറ്റിക്കൽ ഫിസിക്സ് അവിടെയും ആവശ്യമുണ്ട്. സോ ക്ലാസിക്കൽ മെക്കാനിക്സ് പഠിക്കുമ്പോഴാണെങ്കിലും ക്വാണ്ടം മെക്കാനിക്സ് പഠിക്കുമ്പോഴാണെങ്കിലും ഓൾ ദീസ് ആർ ഇൻ്റർ കണക്റ്റഡ്. മനസ്സിലാവുന്നുണ്ടോ? ഇതിനകത്ത് കുറച്ചെങ്കിലും ഒരു ഇൻ്റർ കണക്ഷൻ ഇല്ലാത്തത് എന്ന് പറയാൻ പറ്റുന്നത് ഇലക്ട്രോണിക്സ് മാത്രമേ ഉള്ളൂ, കുറച്ച് സ്റ്റാൻഡ് അലോൺ ആയിട്ട് നിൽക്കുന്നത്. പക്ഷേ അതിലേക്ക് നമ്മൾ കുറച്ച് ഇൻഡെപ്തായിട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് ഈ സിലബസിൽ ഇല്ലെങ്കിൽ പോലും we all will feel that all these things are interconnected. സോ അതുകൊണ്ട് എല്ലാത്തിനെയും ഒരു ഐലൻഡ്സ് ആയിട്ട് കണക്കാക്കാതെ നിങ്ങൾ ഇതെല്ലാം ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആയിട്ട് കണക്കാക്കി എല്ലാത്തിനെയും ഒരു നൂലിൽ കോർത്തതുപോലെ നിങ്ങൾ പഠിച്ചു പോയെങ്കിൽ മാത്രമേ നമുക്ക് ഇതെല്ലാം ഓർത്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. സോ എൻ്റെ സജഷൻ ഇതാണ്, നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ അവസാനം റിവിഷൻ ചെയ്യുമ്പോഴെങ്കിലും നിങ്ങൾ ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ ഒരുമിച്ച് പഠിച്ചു പോകുന്നതായിരിക്കും നല്ലത്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പം നിങ്ങൾ മാത്തമാറ്റിക്കൽ ഫിസിക്സിലെ ലാപ്ലേസ് ട്രാൻസ്ഫോം പഠിച്ചു കഴിഞ്ഞാൽ അന്നേരം നിങ്ങൾക്ക് സ്കാറ്ററിംഗ് തിയറി പഠിക്കാം. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ നിങ്ങൾ പഠിച്ചു പോയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സ്കാറ്ററിംഗ് തിയറിയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അറ്റോമിക് ആൻഡ് മോളിക്യുലർ ഫിസിക്സിൻ്റെ ഒരു ഓരത്തു കൂടിയാണ് നിങ്ങൾ പോകുന്നത്. സോ അപ്പോൾ ആ ഒരു പോർഷൻ കൂടി കവർ ചെയ്തങ്ങ് പോവുക. സോ അങ്ങനെ പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് കണക്ട് ചെയ്ത് പഠിക്കാനും ഓർത്ത് വെക്കാനും പറ്റും. അല്ലാതെ ഇത്രയും വലിയൊരു സിലബസിലെ എല്ലാ കാര്യങ്ങളും ഓർത്ത് വെക്കുക, ഒരു 3 മണിക്കൂർ എക്സാമിന് വേണ്ടി 6 മാസം പഠിച്ചിട്ട് ഓർത്ത് വെക്കുക എന്ന് പറയുന്നത് മനുഷ്യസാധ്യമായ കാര്യമല്ല. ഇറ്റ് റിക്വയർസ് മോർ ടൈം. ഓക്കെ, സോ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ പഠിച്ചു പോവുക. ക്ലിയർ? സോ ദിസ് ഈസ് യുവർ പ്രിപ്പറേഷൻ പ്രിൻസിപ്പിൾ. സോ ആദ്യം കോൺസെപ്റ്റ്സ് പഠിക്കുക, ദെൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് മോഡൽ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക, ദെൻ ഡു ആസ് മച്ച് പ്രാക്ടീസ് ആസ് പോസിബിൾ, ദെൻ അപ്പിയർ ഫോർ ടെസ്റ്റ്, ദെൻ അനലൈസ് ചെയ്യുക, നിങ്ങളുടെ ടെസ്റ്റിലെ പെർഫോമൻസ് അനലൈസ് ചെയ്യുക, ദെൻ ഗോ ഫോർ റിവിഷൻ. അപ്പോൾ CCയിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ബുധനാഴ്ചയും ഞായറാഴ്ചയും എക്സാം ഉണ്ട്. അപ്പോൾ ബുധനാഴ്ചത്തെ എക്സാമിനുള്ള ടോപ്പിക്കുകൾ നമുക്ക് സൺഡേ തന്നെ എക്സാം കഴിയുമ്പോഴേ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ സൺഡേ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? യു വിൽ സ്റ്റാർട്ട് സ്റ്റഡിയിങ്. സോ ദെൻ യു വിൽ ഗോ ഫോർ പ്രാക്ടീസ് ആൻഡ് PYQ സോൾവിങ്. Then you will appear for test on Wednesdays or Sundays. Then you will be analyzing your performance in the test. എന്തുകൊണ്ട് ഞാൻ അവിടെ തോറ്റു, അല്ലെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് ആ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റിയില്ല, എന്തുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ച മാർക്ക് കിട്ടിയില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് ആ കാര്യം മറന്നുപോയി. അനലൈസ് ചെയ്യാത്ത എക്സാം എന്ന് പറയുന്നത് എക്സാം എഴുതാത്തതിന് തുല്യമാണ്. സോ നിങ്ങൾ എക്സാമുകൾ ഓരോന്നും എഴുതി കഴിഞ്ഞ് നിങ്ങൾ അനലൈസ് ചെയ്യണം, നിങ്ങളുടെ പെർഫോമൻസ് അനലൈസ് ചെയ്യണം, വളരേണ്ടത് എവിടെ, കൂടേണ്ടത് എവിടെ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അനലൈസ് ചെയ്യണം. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാതെ പോയ കാര്യങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്ത് പോയെങ്കിൽ മാത്രമേ ആ എക്സാം കൊണ്ട് നിങ്ങൾക്ക് ഗുണമുണ്ടാവൂ. സോ ആ ഒരു രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോവുക. സോ ദിസ് ഈസ് യുവർ സബ്ജക്റ്റ് വൈസ് പ്രിപ്പറേഷൻ സ്ട്രാറ്റജി. സോ മാത്തമാറ്റിക്കൽ ഫിസിക്സിനാണെങ്കിൽ മാത്തമാറ്റിക്കൽ ടെക്നിക്സ് പ്ലസ് ആപ്ലിക്കേഷൻ, ആ ഒരു രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഗേറ്റ് എക്സാമിന് വരിക. CSIR എക്സാമിന് ഇത് തന്നെ. ഓക്കെ, ദെൻ ക്ലാസിക്കൽ മെക്കാനിക്സ് ആണെങ്കിൽ ലഗ്രാഞ്ചിയൻ പ്ലസ് ഹാമിൽട്ടോണിയൻ ഫോർമലിസം പ്ലസ് കൺസർവേഷൻ ലോസ്.
Then electromagnetic theory, Maxwell's equations plus boundary conditions and its applications. Quantum mechanics, operators, angular momentum, standard systems like one-dimensional harmonic oscillator, one-dimensional box hydrogen atom, etc., etc. And added to that, you can have a perturbation theory too. Then thermodynamics and statistical mechanics. If I combine laws of thermodynamics plus thermodynamic potentials. Thermodynamic potentialsനെ പറ്റി എനിക്ക് വ്യക്തമായ ധാരണയുണ്ടെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് പഠിക്കാൻ വളരെ ഈസിയാണ്. So statistical mechanics, ensembles, distributions and its applications. Okay. Then atomic and molecular spectroscopy, then spectroscopic techniques, then angular momentum, standard models, etc. Then nuclear physics ആണെങ്കിൽ decay, then nuclear models, binding energy calculations, then nuclear reactions, particle physics. Then solid state ആണെങ്കിൽ crystal structure, then bands, semiconductors, etc. Then electronics ആണെങ്കിൽ ഡിവൈസസ്, സർക്യൂട്ട്സ്, ഡിജിറ്റൽ ഫണ്ടമെന്റൽസ്. ഇതൊക്കെയാണ് നമ്മൾ ഗേറ്റ് എക്സാമിനും ഒരു പരിധി വരെ ഒരു 75% CSIR കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് പോകും. ഓക്കെ, ആ എക്സാമിൻ്റെ ലെവൽ വെച്ചിട്ട്. സോ അത്രയുമാണ് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അത് സിമ്പിൾ ഒരു നട്ട്ഷെല്ലിൽ തന്നു എന്ന് മാത്രം. ഓക്കെ, ഇത് മാത്രം പഠിച്ചാൽ മതി എന്നല്ല ഞാൻ മീൻ ചെയ്തത്. സോ യു ഹാവ് ടു പ്രയോറിറ്റൈസ് ദ സബ്ജക്ട്സ്. എല്ലാ സബ്ജക്റ്റും ഒരേപോലെ പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് പഠിച്ചു തീർക്കാനായിട്ട് സമയം കിട്ടില്ല. സോ അതുകൊണ്ട് നിങ്ങൾ സ്ട്രോങ് ആയിട്ടുള്ള സബ്ജക്റ്റ്, ആവറേജ് ആയിട്ടുള്ള സബ്ജക്റ്റ്, ദെൻ വീക്ക് ആയിട്ടുള്ള സബ്ജക്റ്റ്, അത് ഓരോരുത്തരും പേഴ്സണലൈസ്ഡ് ആണ്. അത് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് നിങ്ങൾ തന്നെ തീരുമാനിക്കണം. ആം ഐ സ്ട്രോങ്, ആം ഐ വീക്ക്, ഓർ ആം ഐ ആവറേജ്. ദെൻ സ്ട്രോങ് ആണെങ്കിൽ യു ഹാവ് ടു മെയിൻറ്റെയിൻ യുവർ സ്ട്രെങ്ത് ദെയർ. You have to practice more difficult questions from the strong subject. അങ്ങനെയെങ്കിൽ ആ സ്ട്രോങ് സബ്ജക്റ്റിൽ നിങ്ങളെ തളയ്ക്കാൻ ആരെ കൊണ്ടും സാധിക്കില്ല. ദെൻ ഫോർ ദ ആവറേജ് സബ്ജക്ട്സ്, നിങ്ങൾക്ക് ഈ ആവറേജ് സബ്ജക്റ്റ് എന്ന് പറയുന്നത് നിങ്ങളെ സ്ട്രോങ് സബ്ജക്റ്റ് ആക്കി മാറ്റുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഞാൻ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൽ ആവറേജ് ആയിരുന്നു. ഞാനത് കുറച്ച് സമയമെടുത്ത് പഠിച്ച് ഞാനതെൻ്റെ സ്ട്രോങ് സബ്ജക്റ്റ് എന്നുള്ള ഗണത്തിലേക്ക് ഞാനതിനെ ഉയർത്തി. Now I am confident in statistical mechanics, to be frank. സോ ആ ഒരു രീതിയിൽ നിങ്ങൾ പ്രോബ്ലംസ് ചെയ്ത് വർക്കൗട്ട് ചെയ്ത് പഠിച്ച് വായിച്ച് നിങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി ശ്രമിക്കുക ആവറേജ് സബ്ജക്റ്റിൽ. ദെൻ ഫോർ വീക്ക്, അത് അതേപടി അങ്ങ് കളയുക എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. സോ യു ഹാവ് ടു വർക്ക് ഫ്രം ദി ഫണ്ടമെൻ്റൽസ് ബിഫോർ അറ്റംപ്റ്റിംഗ് അഡ്വാൻസ്ഡ് പ്രോബ്ലംസ്. അല്ല വീക്ക് സബ്ജക്റ്റിൽ കയറി അഡ്വാൻസ്ഡ് പ്രോബ്ലംസ് ആദ്യമേ സോൾവ് ചെയ്യാൻ ശ്രമിച്ചാൽ അവിടെയും ഇല്ല ഇവിടെയും ഇല്ലാത്ത അവസ്ഥ വരും. അത് ഒഴിവാക്കുക. Then your preparation time should not be distributed equally. It should be distributed strategically or wisely. ഒരു വൈസ് ഡിസ്ട്രിബ്യൂഷൻ നിങ്ങളുടെ സബ്ജക്റ്റിൽ ഉണ്ടായിരിക്കണം. ഇപ്പോൾ ചെറുപ്പകാലത്തൊക്കെ നമ്മൾ പറയും മലയാളമൊക്കെ നമുക്ക് വളരെ എളുപ്പമാണ്. അപ്പോൾ ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് എപ്പോൾ പഠിച്ചാലും മറ്റേ മലയാളം സെക്കൻഡ് പാത്തുമ്മയുടെ ആട് വായിക്കുന്നൊരു അസുഖമുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് വീട്ടുകാർ തന്നെ പറയും, ഇപ്പോൾ എന്നും ഇത് തന്നെ വായിച്ചിട്ട് കാര്യമുണ്ടോ, നിനക്ക് പ്രയാസമുള്ളൊരു പേപ്പർ എടുത്ത് വായിക്കും, അല്ലെങ്കിൽ സബ്ജക്റ്റ് എടുത്ത് വായിക്കും. പാത്തുമ്മയുടെ ആട് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ. അപ്പോൾ കഥാപാത്രങ്ങൾ എല്ലാവർക്കും മനഃപ്പാടമായിട്ടുള്ള ഒരു നോവലാണ്. അപ്പോൾ അത് മാത്രം ഞാൻ പഠിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്താണ് ഗുണം? എനിക്ക് പ്രയാസമുള്ള അല്ലെങ്കിൽ ഭയമുള്ള സോഷ്യൽ സ്റ്റഡീസ് പോലുള്ള പേപ്പറുകൾ അല്ലെ സബ്ജക്റ്റുകളൊക്കെ ഞാനത് പഠിക്കുന്നില്ലല്ലോ. അപ്പം അങ്ങനെ വരുമ്പോൾ അത് ഒരു വൈസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടൈം ആയിട്ട് വരില്ല. സോ അതുകൊണ്ട് നിങ്ങൾ സ്ട്രോങ് ആയിട്ടുള്ള പേപ്പറിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാതെ നിങ്ങൾ ആവറേജും വീക്കും പേപ്പറുകളിലേക്കും ഇറങ്ങി ചെല്ലാനായിട്ട് ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് CSIR ഗേറ്റോ എന്തുമാട്ടെ ഏത് എക്സാമും ആവട്ടെ അത് നല്ല രീതിയിൽ പാസ്സാവാനായിട്ട് പറ്റൂ. ഓക്കെ, സോ ഹൗ ടു സ്റ്റഡി വൺ ചാപ്റ്റർ. സോ ഹിയർ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞിരിക്കുന്നു ക്വാണ്ടം ഹാർമോണിക് ഓസിലേറ്റർ. അതിൻ്റെ ഒരു കോൺസെപ്റ്റ് ഒരു ചാപ്റ്ററായിട്ട് ഞാൻ എടുത്തിരിക്കുക. സോ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആദ്യം ക്വാണ്ടം ഹാർമോണിക് ഓസിലേറ്റർ ലെക്ചർ നമ്മൾ റെക്കോർഡ് ക്ലാസ് മുഴുവൻ കാണും, അല്ലെങ്കിൽ യൂട്യൂബിൽ പല വീഡിയോസ് ഉണ്ട്, പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട നോട്ടുകളുണ്ട്. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, അടുത്ത പേപ്പറിലേക്ക് പോകും അല്ലെങ്കിൽ അടുത്ത ചാപ്റ്ററിലേക്ക് പോകും. ശരിയല്ലേ? ആ ഒരു രീതിയാണ് നമ്മൾ അവലംബിച്ച് പോരുന്നത്. സോ ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ലെക്ചർ കാണുക. അപ്പോൾ ലെക്ചർ കാണുമ്പോൾ എന്ത് ചെയ്യും, യു വിൽ അണ്ടർസ്റ്റാൻഡ് ദ ഫിസിക്കൽ മോഡൽ, ദെൻ ഡിറൈവ് ഓർ അണ്ടർസ്റ്റാൻഡ് ഇമ്പോർട്ടൻറ്റ് റിസൾട്ട്സ്. ഡെറിവേഷൻ അതിൻ്റേതായ പ്രാധാന്യമുണ്ട് മക്കളെ. അല്ലാതെ ഡെറിവേഷൻ കംപ്ലീറ്റ് സ്കിപ്പ് ചെയ്ത് അവസാനത്തെ റിസൾട്ട് മാത്രം പഠിച്ചിട്ട് പോയാൽ നിങ്ങൾ
ഉള്ളു പൊള്ളയായിട്ടുള്ള കുമളയ്ക്ക് തുല്യമാണ്. ഒന്ന് കുത്തിയാൽ പൊട്ടിപ്പോവും. അപ്പോൾ ഡെറിവേഷൻ പഠിച്ച് നമ്മൾ ഒരു ഹൈലി ഡെൻസ് അല്ലെങ്കിൽ തിക്ലി പാക്ഡ് ആയിട്ടുള്ള ഒരു ആൾക്കാരായിട്ട് മാറിയെങ്കിൽ മാത്രമേ നമ്മൾ പൊട്ടാതിരിക്കുകയുള്ളൂ. സോ അതുകൊണ്ട് നിങ്ങൾ ഡെറിവേഷൻസും അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്സും പഠിച്ചിരിക്കണം. ദെൻ മെമ്മറൈസ് ഓൺലി എസെൻഷ്യൽ ഫോർമുലാസ്. 100,000 ഫോർമുലാസ് ഉണ്ടാവും. ഒരു ഫോർമുലയിൽ നിന്ന് ഡിറൈവ് ചെയ്തും വരുന്ന മറ്റേ ഫോർമുല ഉണ്ടാവും. നിങ്ങൾക്ക് ഇതെല്ലാം ഓർത്തിരിക്കാൻ പ്രയാസമാണെങ്കിൽ നിങ്ങൾ മെയിൻ ഫോർമുലാസ് എങ്കിലും മിനിമം പഠിച്ചിരിക്കണം. ദെൻ സോൾവ് ബേസിക് പ്രോബ്ലംസ്. ദെൻ സോൾവ് ഗേറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. CSIR പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്നും നിങ്ങൾക്ക് വായിക്കാം. ദെൻ അറ്റംപ്റ്റ് അൺഫെമിലിയർ പ്രോബ്ലംസ്. എങ്കിൽ മാത്രമേ നമ്മുടെ കോൺഫിഡൻസ് ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് പറ്റൂ. അറിയാവുന്ന ഏരിയയിലൂടെ മാത്രം കിടന്ന് കളിച്ചാൽ അത് തിണ്ണമെടുക്കെന്നാണ് പറയുന്നത്. അപ്പോൾ ആ തിണ്ണമെടുക്ക് ഒഴിവാകണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? അൺഫെമിലിയർ ആയിട്ടുള്ള പ്രോബ്ലംസ്, അൺഫെമിലിയർ ആയിട്ടുള്ള മേച്ചിൽപ്പുറങ്ങൾ അതിലൂടെയൊക്കെ പോയെങ്കിൽ മാത്രമേ നമുക്കൊരു ഒരു പഠിച്ച കാര്യം എത്രത്തോളം നമ്മൾ ഗ്രഹിച്ചു എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റൂ. ദെൻ റെക്കോർഡ് യുവർ മിസ്റ്റേക്സ്. അപ്പം മിസ്റ്റേക്ക് എഴുതി വെക്കണം. ഞാൻ ഇന്ന മണ്ടത്തരങ്ങളൊക്കെ ചെയ്തു എന്നുള്ളത് റെക്കോർഡ് ആക്കി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവസാനം അത് റിവൈസ് ചെയ്യാനായിട്ട് എളുപ്പമുണ്ട്. ദെൻ ദീസ് ആർ ഞാൻ എപ്പോഴും പറയുന്നതാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു വലിയൊരു ലൈബ്രറിയാണ്. അതാണ് നിങ്ങളുടെ ഒരു അനുഭവങ്ങളുടെ ശേഖരമാണ്. സോ അതിനെ ഒരു റിസോഴ്സിനെ നിങ്ങൾ വെറുതെ കളയരുത്. സോ ജസ്റ്റ് സോൾവ് ചെയ്യുക പോവുക എന്നുള്ളതല്ല. നിങ്ങൾ ഓരോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോഴും അതിനെ അനലൈസ് ചെയ്യണം. എന്തുകൊണ്ടാണ് ഈ ചോദ്യം വന്നത്? ഈ ചോദ്യത്തിനെ എങ്ങനെ എനിക്ക് റീസ്ട്രക്ചർ ചെയ്യാം? അല്ലെങ്കിൽ ഈ കോൺസെപ്റ്റ് വെച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങൾ വേറെ ചോദിക്കാം? അല്ലെങ്കിൽ ഞാൻ ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് എനിക്ക് തെറ്റുപറ്റിയത്? അല്ലെങ്കിൽ ഞാൻ ചെയ്യുമ്പോൾ ഞാൻ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ സ്പീഡ് കൂട്ടേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അല്ലെങ്കിൽ ഞാൻ അവിടെ സ്റ്റക്കായത് എന്തുകൊണ്ടാണ്? ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചാൽ മാത്രമേ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ സോൾവ് ചെയ്യുമെന്ന് പറയാൻ പറ്റൂ. അതായത് ന്യൂമറിക്കലി സോൾവ് ചെയ്ത് എഴുന്നേറ്റ് പോകുന്നു എന്ന് പറയുന്നത് ഒരു യന്ത്രത്തിനെ കൊണ്ടും പറ്റുന്നൊരു കാര്യമാണ്. നമ്മൾ യന്ത്രങ്ങളല്ലല്ലോ, നമ്മൾ ചിന്തിക്കാൻ ശേഷിയുള്ള മനുഷ്യരല്ലേ. സോ നിങ്ങൾ ആ ഒരു രീതിയിൽ നിങ്ങൾ ചിന്തിച്ച് മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. സോ അപ്പോൾ ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. വിച്ച് കോൺസെപ്റ്റ് ഈസ് ബീയിങ് ടെസ്റ്റഡ്, വൈ ഈസ് ദ ആൻസർ കറക്റ്റ്, അല്ലെങ്കിൽ വൈ all other options are wrong, then why are the other options wrong, is there any faster method, can the question be modified, what mistake could I make here, അല്ലേ? പ്രോബബിൾ ആയിട്ടുള്ള മിസ്റ്റേക്കുകളും കൂടി ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യുവാണെങ്കിൽ അത് വളരെ നല്ലതാണ്. സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോൾ ഇക്കാര്യങ്ങളെല്ലാം നിങ്ങൾ ഒന്ന് മനസ്സിൽ വെച്ചേക്കണേ. ദെൻ ലേൺ ഫിസിക്സ് ത്രൂ എ ഗേറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ, ലേൺ ടു ഐഡൻറ്റിഫൈ ദ ഷോർട്ട് കട്ട്. അപ്പോൾ നിങ്ങൾ ഏതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്താലും അല്ലെങ്കിൽ ഗേറ്റിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്താലും നിങ്ങളൊരു ഷോർട്ട് കട്ടൊക്കെ പഠിച്ചു വെക്കുകയാണെങ്കിൽ നല്ലതാണ്. എല്ലാ കാര്യങ്ങൾക്കും ഷോർട്ട് കട്ട് ഉണ്ട് എന്നുള്ളതല്ല, പക്ഷേ ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള പല പ്രോബ്ലത്തിനും ഷോർട്ട് കട്ടുകളുണ്ട്. നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ ഷോർട്ട് കട്ടുകൾ ഇഷ്ടം പോലെയുണ്ട്. സോ ആ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ടൈം സേവ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, so these are the different types of mistakes that one could appear. So ഇതാണ് conceptual mistakes, formula mistakes, calculation mistakes, interpretation mistakes, then time management and silly mistakes. So conceptual mistake ആണെങ്കിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഫോർമുല മിസ്റ്റേക്ക് ആണെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള ഫോർമുല ഉപയോഗിച്ചില്ല, അല്ലെങ്കിൽ ഫോർമുല തെറ്റായിട്ട് നിങ്ങളവിടെ ഉപയോഗിച്ചു, അതായത് ഉപയോഗിക്കേണ്ട ഫോർമുല ഉപയോഗിച്ചില്ല. ദെൻ കാൽക്കുലേഷൻ മിസ്റ്റേക്ക് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ജസ്റ്റ് മാത്തമാറ്റിക്സ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കാൽക്കുലേഷൻ മിസ്റ്റേക്കുകൾ. ദെൻ ഇൻ്റർപ്രിട്ടേഷൻ, ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങൾ ഇൻ്റർപ്രറ്റ് ചെയ്ത രീതി കറക്റ്റായില്ല. ദെൻ ടൈം, അതായത് ടൈം മാനേജ്മെൻറ്റിൽ ഉണ്ടാകുന്ന ഫോൾട്ട്. നിങ്ങൾ കൂടുതൽ സമയം ഒരു ചോദ്യത്തിൽ തന്നെ സ്പെൻഡ് ചെയ്യുന്നത് അത് ആത്മഹത്യാപരമാണ്. മറ്റ് ചോദ്യങ്ങൾ അത് സഹിക്കില്ല, അത് നമുക്ക് പണി തരും. ദെൻ സില്ലി മിസ്റ്റേക്സ്, ചെറിയ അവോയ്ഡബിൾ ആയിട്ടുള്ള എററുകൾ, ചെറിയ മാത്തമാറ്റിക്കൽ എററുകളൊക്കെ നമുക്ക് മനുഷ്യനാണ് വരും. സോ അത് ഒഴിവാക്കുക, ഈ എററുകൾ മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ് ഏതൊരു എക്സാം പാസ്സാകുന്നതിന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. അതിന് വേണ്ടുന്ന വർക്ക് നമ്മൾ ചെയ്തേ വെക്കൂ. സോ ദീസ് ആർ, നിങ്ങൾ എക്സാം എഴുതി കഴിയുമ്പോൾ, നിങ്ങൾ കുറേ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾ മോക്ക് ടെസ്റ്റുകളിലേക്ക് പോകും. അപ്പോൾ മോക്ക് ടെസ്റ്റുകളെ എങ്ങനെ ഉപയോഗിക്കണം? ഗേറ്റ് എക്സാം എഴുതാനാണെങ്കിലും CSIR എക്സാം എഴുതാനാണെങ്കിലും നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് കൂടിയേ തീരും. മോക്ക് ടെസ്റ്റ് എഴുതിയാൽ മാത്രമേ ഈ പറഞ്ഞ എററുകളൊക്കെ നമുക്ക് മിനിമൈസ് ചെയ്ത് നല്ല രീതിയിൽ എക്സാമിന് വേണ്ടി പോയി എഴുതാനായിട്ട് പറ്റൂ. അല്ലാതെ ഞാൻ കുറേ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്തു എന്നുള്ളതുകൊണ്ട് മാത്രം
എക്സാം പാസ്സാകുമെന്നതിന് യാതൊരു ഗ്യാരണ്ടിയും ഇല്ല. സോ ദിസ് ഈസ് എ ഫസ്റ്റ് ഫേസ് ടോപ്പിക് വൈസ് ടെസ്റ്റ്. നമ്മൾ സി സിയിൽ ഫോളോ ചെയ്യുന്നത് തന്നെയാണ്. ആദ്യം ടോപ്പിക് വൈസ് നിങ്ങൾക്ക് ടെസ്റ്റുകൾ തരും. ദെൻ സെക്കൻഡ് വൺ ഈസ് എ സബ്ജക്ട് വൈസ് ടെസ്റ്റ്. അപ്പോൾ നമുക്ക് മാത്തമാറ്റിക്കൽ ഫിസിക്സ് ആണെങ്കിൽ പല ടോപ്പിക്കുകൾ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കുറേ എക്സാമുകൾ നടത്തും. ദെൻ അതിനുശേഷം മാത്തമാറ്റിക്കൽ ഫിസിക്സിൻ്റെ എക്സാം കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മൾ മാത്തമാറ്റിക്കൽ ഫിസിക്സ് മുഴുവൻ എടുത്ത് നമ്മൾ എക്സാം നടത്തും. ആൻഡ് അതിനുശേഷം നമ്മൾ ക്ലാസിക്കൽ മെക്കാനിക്സ് ഇതുപോലെ ടോപ്പിക് വൈസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ദെൻ ക്ലാസിക്കൽ മെക്കാനിക്സ് തീർന്നതിന് ശേഷം മാത്തമാറ്റിക്കൽ ഫിസിക്സ് പ്ലസ് ക്ലാസിക്കൽ മെക്കാനിക്സ് ടെസ്റ്റ് നടത്തും. സോ ആ ഒരു രീതിയിൽ നമ്മൾ ഫേസ് 1 ആൻഡ് ഫേസ് 2 ടെസ്റ്റുകൾ നമ്മൾ നടത്തും. ആൻഡ് ഫേസ് 3 ഈസ് ദ മിക്സഡ് ടോപ്പിക് ടെസ്റ്റ്. അപ്പോൾ ഒരു 3-4 പേപ്പറൊക്കെ പഠിച്ചു കഴിയുമ്പോൾ മാത്തമാറ്റിക്കൽ, ക്ലാസിക്കൽ, ക്വാണ്ടം, ഇലക്ട്രോമാഗ്നറ്റിക് തിയറിയൊക്കെ പഠിച്ചു കഴിയുമ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിയുള്ള എക്സാമുകളായിരിക്കും നിങ്ങൾക്ക് വരിക തേർഡ് ഫേസ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് പഠിച്ചു തീർക്കാനായിട്ടും കുറേ തവണ ഫ്രീക്വൻ്റ് ആയിട്ട് റിവൈസ് ചെയ്യാനായിട്ടും പറ്റും. ദെൻ ഫേസ് 4 ഇസ് ദ ഫുൾ ലെങ്ത് ഗേറ്റ് ഓർ CSIR സിമുലേഷൻ ബേസ്ഡ് എക്സാമിനേഷൻ. സോ നിങ്ങൾ അതിനുശേഷം ഫുൾ ലെങ്ത് എക്സാമിനേഷൻ എഴുതും. എല്ലാ പേപ്പറുകളും പഠിച്ചു കഴിഞ്ഞ് അല്ലെങ്കിൽ പഠിച്ച് തീരാറാവുമ്പോൾ നിങ്ങൾ പിന്നെ ഫുൾ ലെങ്ത് എക്സാമിനേഷനിലേക്ക് പോകും. സോ ഈ 4 ഫേസിലാണ് CCയിൽ എക്സാമുകൾ നടക്കുന്നത്. സോ അങ്ങനെ എഴുതുമ്പോഴാണ് നിങ്ങൾ വളരെ ഇഫക്റ്റീവായിട്ട് കാര്യങ്ങളെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പഠിക്കൂ. സോ നമ്മുടെ 4 ഫേസ് എക്സാമിനേഷൻ സ്ട്രാറ്റജി വളരെ എഫക്റ്റീവാണ് താനും. ഓക്കെ, സോ ദീസ് ആർ ദി ഒരു എക്സാം, ഒരു ഫുൾ ലെങ്ത് എക്സാം അല്ലെങ്കിൽ ഗേറ്റ് എക്സാമിനൊക്കെ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ 3 ഫേസുകളായിട്ട് അല്ലെങ്കിൽ 3 രീതിയിലായിരിക്കും നിങ്ങൾ എക്സാമിനെ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് പാസ്, അതായത് നമ്മൾ ആദ്യത്തെ തവണ ചോദ്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഏറ്റവും എളുപ്പമുള്ളത് 1 മിനിറ്റിനുള്ളിൽ ചെയ്ത് തീർക്കാവുന്നത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ സോൾവ് ചെയ്യും. ദെൻ അല്ലാത്ത ക്വസ്റ്റ്യൻസിനൊക്കെ ഫ്ലാഗ് ചെയ്ത് നിങ്ങൾ വെക്കും. ദെൻ സെക്കൻഡ് വൺ, ഇൻ ദ സെക്കൻഡ് അറ്റംപ്റ്റ് യു വിൽ അറ്റംപ്റ്റ് ദ മോഡറേറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ്. അപ്പോൾ മോഡറേറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ കുറച്ച് കാൽക്കുലേഷൻസ് ഒക്കെ വേണ്ടുന്ന, കുറച്ച് സ്റ്റെപ്പുകളൊക്കെ വേണ്ടുന്ന ക്വസ്റ്റ്യൻസിലേക്ക് നിങ്ങൾ പോകും. ആൻഡ് തേർഡ് ഫേസ് എന്ന് പറയുന്നത് നിങ്ങൾ ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്ക് നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കും. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ആദ്യത്തെ തവണ തന്നെ ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഈസി മോഡറേറ്റ് ക്വസ്റ്റ്യൻസും അവിടെ ഉപേക്ഷിക്കപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. സോ ഏറ്റവും ലാസ്റ്റ് മാത്രമേ നിങ്ങൾ ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്ക് ഫോക്കസ് ചെയ്യാവൂ. ഏതാണ് ഒരു കറക്റ്റ് സ്ട്രാറ്റജി. ഓക്കെ, ഏതൊരു എക്സാം അറ്റൻഡ് ചെയ്യുമ്പോഴും നിങ്ങൾ ആ ഒരു രീതിയിൽ അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സോ അല്ലാതെ ഈ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് എടുത്തു വെച്ചിട്ട് ഉള്ള സമയം മുഴുവൻ അതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആകെ നിങ്ങൾക്ക് കറക്റ്റ് ആകുന്ന ആ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു മിസ്റ്റേക്ക് ഒഴിവാക്കി എല്ലാ തരത്തിലുള്ള ക്വസ്റ്റ്യൻസിലേക്കും നിങ്ങളുടെ ശ്രദ്ധ ചെല്ലുന്ന രീതിയിൽ നിങ്ങൾ സമയം മാനേജ് ചെയ്യാം. ഓക്കെ, സോ ദിസ് ഈസ് ദ അബൌട്ട് ജനറൽ ആപ്റ്റിറ്റ്യൂഡ്. സോ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ CSIRൻ്റെ പാർട്ട് എ നമുക്ക് ഇവിടെ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് എന്നാണ് പറയുന്നത്. വെറുതെ കളയാനുള്ളതല്ല. സീരിയസ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് നിങ്ങൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ സേവ് ചെയ്യാനുള്ള മാർക്സ് അതിനകത്ത് നിന്ന് കിട്ടും. സോ ഗേറ്റ് സ്കോറിനാണെങ്കിലും CSIRനാണെങ്കിലും നിങ്ങളുടെ ഭാവി എവിടെയാണ് എന്ന് തീരുമാനിക്കുന്നത് ജനറൽ ആപ്റ്റിറ്റ്യൂഡിൻ്റെ മാർക്കാണ്. വെറുതെ കളയരുത്. ഓക്കെ, അതിന് വേണ്ടുന്ന സമയവും കണ്ടുപിടിച്ചോണം, ചെയ്തോണം. സോ നിങ്ങൾ എന്തൊക്കെ ചെയ്യരുത് എന്നുള്ള കാര്യവും കൂടി ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് ഗേറ്റിൻ്റെ കാര്യങ്ങളിലേക്ക്, ഗേറ്റിൻ്റെ ആപ്ലിക്കേഷൻസ് അതിൻ്റെ കാര്യങ്ങളിലേക്ക് പോവാം. സോ നിങ്ങൾ എന്താണ് ഞാൻ കഴിഞ്ഞ തവണയും എല്ലാ തവണയും ഞാൻ പറയുന്നതാണ്, നാട് നീളെയുള്ള കോച്ചിങ് സെൻറ്ററുകളിൽ നിന്ന് എല്ലാ റിസോഴ്സസും കളക്ട് ചെയ്ത് വെറുതെ കൂട്ടി വെച്ചിട്ട് ഒരു കാര്യവുമില്ല. എവിടെയാണോ നിങ്ങളുള്ളത് അവിടെ സ്റ്റിക്ക് ഓൺ ചെയ്ത് അവിടുത്തെ കാര്യങ്ങളൊന്ന് പഠിച്ചു തീർക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് കളക്ടിങ് മൾട്ടിപ്പിൾ ബുക്സ് വിതൗട്ട് ഫിനിഷിങ് വൺ. ദെൻ വാച്ചിങ് ലെക്ചേഴ്സ് പാസീവ്ലി. നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ റീൽ കാണുന്നത് പോലെ വെറുതെ സ്ക്രോൾ ചെയ്ത് പോയത് കൊണ്ടൊരു കാര്യവുമില്ല. ദെൻ പോസ്റ്റ്പോണിങ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. ലെക്ചേഴ്സ് കണ്ടു, ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പേടിയായതുകൊണ്ട് ആ വഴിക്ക് തിരിഞ്ഞു നോക്കുന്നില്ല, തെറ്റാണ്. ദെൻ ഇഗ്നോറിങ് വീക്ക് സബ്ജക്ട്സ്. ക്വാണ്ടം മെക്കാനിക്സ് പ്രയാസമാണ്, അതുകൊണ്ട് ഞാൻ ആ വഴി പോകുന്നില്ല, തെറ്റാണ്. ദെൻ സ്റ്റഡിങ് ഓൺലി ഫേവറേറ്റ് ടോപ്പിക്സ്. വളരെ ശരിയാണ്. ഇപ്പോൾ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് ഇലക്ട്രോണിക്സ് ഇഷ്ടമാണെന്ന് കരുതി ഇലക്ട്രോണിക്സ് മാത്രം സോൾവ് ചെയ്തുകൊണ്ടിരുന്നാൽ ഇലക്ട്രോണിക്സിൽ നിന്ന് മാത്രം മാർക്ക് കിട്ടും, ബാക്കി പേപ്പറുകളിൽ നിന്ന് മാർക്ക് പോകും. ദെൻ ടേക്കിംഗ് ടെസ്റ്റ് വിത്തൗട്ട് അനലൈസിങ് ദം. നേരത്തെ പറഞ്ഞതാണ്, അനലൈസ് ചെയ്യാത്ത ടെസ്റ്റ് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു ആബ്സെൻസ് ഇൻ ടെസ്റ്റ്. ഓക്കെ, ദെൻ മേക്കിംഗ് ഇനോർമസ് നോട്ട്സ്. വലിയ നോട്ടുകൾ പാരഗ്രാഫ് കണക്കിന് എഴുതി വെച്ചിട്ട് ഒരു കാര്യവുമില്ല. കാരണം ഈ പാരഗ്രാഫ് അല്ല ഇപ്പോൾ നമുക്ക് ചോദിക്കുന്നത്.
സോ ക്രിസ്പ് ആയിട്ടുള്ള നോട്ടുകളാണ് നമുക്ക് വേണ്ടത്. ദെൻ സ്റ്റാർട്ടിങ് ഫുൾ മോക്ക് ടെസ്റ്റ് ഓൺലി അറ്റ് ദി എൻഡ്. ഏറ്റവും അവസാനം പരീക്ഷയ്ക്ക് ഒരാഴ്ച മുന്നേ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ട് ഒരു ഗുണവുമില്ല, ടെൻഷൻ കൂട്ടാമെന്നുള്ളതല്ലാതെ. സോ കമ്പയറിങ് യുവർ പ്രിപ്പറേഷൻ കോൺസ്റ്റൻ്റ്ലി വിത്ത് അതേഴ്സ്. ഓരോരുത്തരും ഓരോ ചാപ്റ്ററുകളാണ്, ഓരോരുത്തരും ഓരോ അധ്യായങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണ്, നിങ്ങളുടെ പെർഫോമൻസിനെ മറ്റൊരാളുടേതുമായിട്ട് കമ്പയർ ചെയ്തതുകൊണ്ട് ഒരു ഗുണം ഉണ്ടാകാൻ പോകുന്നില്ല. സോ നോക്കിക്കേ, ഗേറ്റിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് വന്നിരിക്കുന്നു. സോ ഇവിടെ ഡേറ്റ്സ് ഫോർ ഓൺലൈൻ രജിസ്ട്രേഷൻ. ആപ്ലിക്കേഷൻ പോർട്ടൽ ഓപ്പണിംഗ് ഓഗസ്റ്റ് 14 ഓപ്പൺ ആയിട്ടുണ്ട്. ആൻഡ് ആപ്ലിക്കേഷൻ പോർട്ടൽ ക്ലോസ് ചെയ്യുന്നത് സെപ്റ്റംബർ 21. സെപ്റ്റംബർ 21. സോ ആ സമയം നിങ്ങൾ അവസാനത്തേക്ക് വെക്കാതെ ആദ്യമേ തന്നെ അപ്ലൈ ചെയ്തോണം. ദെൻ ഇതാണ് എക്സാമിനേഷൻ ഡേറ്റ് എന്ന് പറയുന്നത്. ഫെബ്രുവരി 6-7 ആദ്യത്തെ എക്സാമിനേഷൻ, കുറേ സബ്ജക്റ്റുകളുടെ എക്സാം നടക്കും. ദെൻ ഫെബ്രുവരി 13-14 സെക്കൻഡ്, ആൻഡ് ഫെബ്രുവരി 20-21 തേർഡ് വീക്ക് എക്സാമിനേഷൻ. അതിപ്പോൾ നമ്മൾ ഏതിലാണെന്നുള്ളത് നിങ്ങൾ പ്രോസ്പെക്ടസ് ഒന്ന് നോക്കിയാൽ അല്ലെങ്കിൽ സൈറ്റിലൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിക്കോളും. അപ്പോൾ ഇവിടെ ആപ്ലിക്കേഷൻ പോർട്ടൽ ക്ലോസിംഗ് വിത്ത് ലേറ്റ് ഫീ വെനസ്ഡേ സെപ്റ്റംബർ 30. അപ്പോൾ ലേറ്റ് ഫീ അടച്ച് അപ്ലൈ ചെയ്യാനായിട്ടൊന്നും നിൽക്കേണ്ട, അതിന് മുമ്പ് തന്നെ പരിപാടി തീർത്ത് വെക്കുക. സോ ദീസ് ആർ ദി ഡേറ്റ്സ് ഫോർ റിസൾട്ട്സ് അനൗൺസ്മെൻറ്റ്. മാർച്ച് 19 റിസൾട്ട് അനൗൺസ് ചെയ്യുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. സോ ആപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് ഫീമെയിൽ, SC/ST, ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള ആൾക്കാർക്കും 1000 രൂപയാണ് ഫീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതർ കാൻഡിഡേറ്റ്സ്, ജനറൽ മെയിൽ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെല്ലാം അവരുടെ ഇരട്ടി 2000 രൂപയായിരിക്കും. സോ ലേറ്റ് ഫീ എന്ന് പറയുന്നത് 500 രൂപയുടെ കൂടും. സോ 500 രൂപ വെറുതെ കിട്ടുന്നതല്ല, എത്ര ചായ കുടിക്കാം അല്ലേ. സോ അതുകൊണ്ട് ആ 500 രൂപ എങ്കിലും മിനിമം സേവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സോ ഇപ്പം നിങ്ങൾ സൈറ്റ് നിരന്തരമായിട്ട് അപ്ഡേറ്റഡ് ആയിരിക്കുക. ഡേറ്റ്സ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാം. സോ ആ ഒരു കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. സോ ഇതാണ് നമ്മുടെ IIT മദ്രാസ് ആണ് ഇത്തവണ എക്സാം നടത്തുന്നത്. സോ IIT മദ്രാസ് നടത്തുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ക്വാണ്ടം മെക്കാനിക്സ് ഒക്കെ കൂടുതൽ പഠിക്കുന്നത് നല്ലതായിരിക്കും. അവരുടെ ഒഫീഷ്യൽ സൈറ്റ് കൊടുത്തിട്ടുണ്ട്. സോ 30 പേപ്പറുകളായിരിക്കും. നമ്മുടെ ഫിസിക്സ് ആണ്, നിങ്ങളത് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. 30 പേപ്പറുകളായിരിക്കും നടത്തുക. ദെൻ സിലബസ് ചില പേപ്പറുകളിലൊക്കെ റിവൈസ് ചെയ്തിട്ടുണ്ട്, ഫിസിക്സിൻ്റേത് റിവൈസ് ചെയ്തിട്ടില്ല. ദെൻ ഇവിടെ പറഞ്ഞിരിക്കുന്നു MCQs, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻസ്, ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. 3 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, നേരത്തെ ഞാൻ പറഞ്ഞതാണ്. സോ 1 of the 4 options ഈസ് കറക്റ്റ് ഫോർ MCQ. ഈ MSQനാണെങ്കിൽ 1 or more than out of 4 options will be correct. ആൻഡ് ന്യൂമറിക്കൽ ആൻസർ ടൈപ്പിലാണെങ്കിൽ ന്യൂമറിക്കൽ ആൻസർ മസ്റ്റ് ബി ടൈപ്ഡ് ഇൻ. അപ്പോൾ അതാണ് 3 തരത്തിലുള്ള ക്വസ്റ്റ്യൻസ്. സോ വെർച്വൽ കാൽക്കുലേറ്റർ ഉണ്ടാവും. ഇപ്പോൾ CSIRനും ഉണ്ട്. നേരത്തെ CSIRന് കാൽക്കുലേറ്റർ അലൗഡ് അല്ലായിരുന്നു, അപ്പോൾ ഇപ്പോൾ വെർച്വൽ കാൽക്കുലേറ്ററും ഉണ്ട്. സോ കാൻഡിഡേറ്റ്സ് ആർ അലൗഡ് ടു അപ്പിയർ ഫോർ 1 or 2 ടെസ്റ്റ് പേപ്പേഴ്സ്. ഒന്നുകിൽ ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ 2 സബ്ജക്റ്റുകൾ മാക്സിമം, അത്രേ എഴുതാൻ പറ്റുള്ളൂ. സോ ഏതൊക്കെ കോമ്പിനേഷൻസ് ആണ്, ഫിസിക്സ് ആണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ എഴുതാം. സോ അതിൻ്റെ കോമ്പിനേഷൻ കൊടുത്തിട്ടുണ്ട് പ്രോസ്പെക്ടസിൽ, നിങ്ങളൊന്ന് നോക്കിയിട്ട് പോവുക, അതായിരിക്കും നല്ലത്. അപ്പം എനിക്ക് തോന്നുന്നു ഫിസിക്സ് തന്നെ പോകുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. സോ ഏജ് ലിമിറ്റ് ഇല്ല എന്നുള്ളത് ഓർത്ത് വെക്കുക. ഗേറ്റ് അപ്പിയർ ചെയ്യാനായിട്ട് ഏജ് ലിമിറ്റ് ഇല്ല. ദെൻ ആപ്ലിക്കേഷൻസ് വിൽ ബി അക്സെപ്റ്റഡ് ഓൺലി ത്രൂ ദ ഗേറ്റ് പോർട്ടൽ. ഗേറ്റ് പോർട്ടൽ ഓപ്പൺ ആണ്. ദെൻ ഒഫീഷ്യൽ വെബ്സൈറ്റ് നോക്കുക. Then applicants are required to provide live facial details during registration process. അപ്പോൾ ക്യാമറയൊക്കെ വേണം, അപ്പോൾ ഫേഷ്യൽ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഫേസ് റെക്കഗ്നീഷന് വേണ്ടിയാണ്, നിങ്ങൾ വെറുതെ എക്സാമിനേഷന് കയറ്റിയില്ല. അപ്പോൾ കുറച്ച് പ്രൊസീജിയർ ഉണ്ട് ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട്. സോ അതുകൊണ്ട് ലാസ്റ്റ് ഡേറ്റ് വരെ ആപ്ലിക്കേഷൻ നീട്ടി വെക്കരുത് കേട്ടോ. സോ CSIR അപ്ലൈ ചെയ്യുന്നവർ അത്ര സിമ്പിളായിട്ട് നമുക്ക് ഗേറ്റിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. സോ ദർ ആർ സം സ്റ്റെപ്സ്, some confusing steps. So it is recommended to register in DigiLocker to have a smooth process during application registration and at the exam center. DigiLocker വഴി നിങ്ങൾ രജിസ്റ്റർ ചെയ്യുവാണെങ്കിൽ എക്സാം സെൻറ്ററിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ഫേഷ്യൽ റെക്കഗ്നീഷനൊക്കെ നടത്താനും ചെയ്യാനും ഒക്കെ വളരെ എളുപ്പമാണ്.
സോ ആ ഒരു കാര്യം നിങ്ങൾ അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ലാംഗ്വേജ് ഓഫ് എക്സാമിനേഷൻ ഇംഗ്ലീഷാണ്. 3 മണിക്കൂർ ഡ്യൂറേഷൻ ഉണ്ട്. അപ്പോൾ 2 സെക്ഷനായിട്ടായിരിക്കും, ജനറൽ ആപ്റ്റിറ്റ്യൂഡ് പ്ലസ് സബ്ജക്റ്റ്. അപ്പോൾ അത് ഒരേ എക്സാം 2 സെക്ഷനായിട്ടായിരിക്കും. ഓക്കെ, സോ ഇത് എന്തൊക്കെ ആണ് ടെസ്റ്റ് ചെയ്യുന്നത്? റീകോളിംഗ് എബിലിറ്റി, കോംപ്രിഹെൻഷൻ, ആപ്ലിക്കേഷൻ, അനലൈസിസ് ആൻഡ് സിന്തസിസ്. ഇത്രയും ഭാഗങ്ങളായിരിക്കും. അതൊക്കെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കിക്കോളും. അപ്പോൾ അതുകൊണ്ട് ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ അങ്ങ് പഠിക്കുക കേട്ടോ. സോ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 10 ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻസ് ആൻഡ് 55 സബ്ജക്ട് ക്വസ്റ്റ്യൻസ്. അങ്ങനെ 65 ചോദ്യങ്ങളായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. സോ ജനറൽ ആപ്റ്റിറ്റ്യൂഡിന് 15 മാർക്ക്, ദെൻ ബാക്കി സബ്ജക്ട് ക്വസ്റ്റ്യൻസിന് ബാക്കി മാർക്ക് വരുന്ന രീതിയിലായിരിക്കും അവിടെ നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. ജനറൽ ആപ്റ്റിറ്റ്യൂഡിന് എന്തായാലും 15 മാർക്ക്, ബാക്കി മാർക്ക് മുഴുവൻ ബാക്കി 85 മാർക്കും സബ്ജക്റ്റിന് പോകുന്ന രീതിയിലായിരിക്കും നമുക്കിവിടെ വെച്ചിരിക്കുന്നത്. ഓക്കെ, സോ ടോട്ടൽ 100 മാർക്സ്. ഫിസിക്സിന് അങ്ങനെയാണ്, ജനറൽ ആപ്റ്റിറ്റ്യൂഡ് 15 മാർക്കും സബ്ജക്റ്റിന് 85 മാർക്ക്. ഓക്കെ, സോ അതുകൊണ്ട് ക്വസ്റ്റ്യൻസ് ക്യാരി ഐദർ 1 മാർക്ക് ഓർ 2 മാർക്സ് ഈച്ച്. 1 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്ക്. ഇനി അവിടെ നെഗറ്റീവ് മാർക്കിംഗ് എങ്ങനെയാണ് എന്നുള്ളത്, MCQവിന് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ദെൻ 1 മാർക്ക് MCQവിനാണെങ്കിൽ 1/3 ആയിരിക്കും അവിടുത്തെ നെഗറ്റീവ് മാർക്ക് എന്ന് പറയുന്നത്. 2 മാർക്ക് MCQവിനാണെങ്കിൽ 2/3 ആയിരിക്കും അവിടുത്തെ നെഗറ്റീവ് മാർക്കിംഗ് എന്ന് പറയുന്നത്. ദെൻ MSQ ആൻഡ് NAT ടൈപ്പ് ക്വസ്റ്റ്യൻസിന് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. ഓക്കെ, സോ ദർ ഈസ് നോ നെഗറ്റീവ് മാർക്കിംഗ് ഫോർ റോങ് ആൻസേഴ്സ് ഇൻ MSQ ആൻഡ് NAT ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ആൻഡ് ഞാൻ 2 ഓപ്ഷൻ കറക്റ്റ് ആയിരുന്നു, ഞാൻ ഓരോ ഓപ്ഷൻ എഴുതിയിട്ടുണ്ട്, എനിക്ക് പകുതി മാർക്ക്. നോ, അവിടെ പാർഷ്യൽ മാർക്കിംഗ് എന്ന് പറയുന്നത് ഇല്ല. 2 ഓപ്ഷൻ കറക്റ്റ് ആണെങ്കിൽ 2ഉം നിങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ ആൻസർ കറക്റ്റായിട്ട് റീഡ് ചെയ്യൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് ഇല്ല. ഓക്കെ, ആ ഒരു കാര്യവും ഓർത്ത് വെച്ചോണം. സോ ഇത്രയുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ള ഒരു കാര്യം. അപ്പോൾ ഇവിടെ ഗേറ്റ് സ്കോർ എന്ന് പറയുന്നത് 3 വർഷത്തേക്കുള്ള വാലിഡിറ്റിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. 3 വർഷം വാലിഡിറ്റി ഉണ്ടാവും. സോ ആർക്കൊക്കെ എഴുതാം? മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ എനി ബ്രാഞ്ച് ഓഫ് ആർട്സ്, സയൻസ് ഓർ മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് ഓർ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് ഓർ ഇക്വലന്റ്. Then currently in the first year or higher or already completed ആയിട്ടുള്ള ആൾക്കാർക്ക്, PG കഴിഞ്ഞ ആൾക്കാർ, ഫസ്റ്റ് ഇയർ അല്ലെങ്കിൽ സെക്കൻഡ് ഇയർ അല്ലെങ്കിൽ ഓൾറെഡി കംപ്ലീറ്റഡ് ആയിട്ടുള്ളവർക്ക്, ദെൻ ഇൻ്റഗ്രേറ്റഡ് MSc പോലെയുള്ള സബ്ജക്റ്റുകൾ പഠിക്കുന്നവർക്കാണെങ്കിൽ 5 വർഷം ഇൻ്റഗ്രേറ്റഡ് MSc പഠിക്കുന്നവരാണെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്തവർക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ കറൻ്റ്ലി ഇൻ ദ 3rd ഇയർ ഓർ ഹയർ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ 3rd ഇയർ ഇൻ്റഗ്രേറ്റഡ് അല്ലെങ്കിൽ ഹയർ ലെവലിൽ ഉള്ളവർക്കും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഇത്രയുമാണ് പറയാനുള്ളത്. സോ വീണ്ടും നമ്മുടെ ഓണം ഓഫറിൻ്റെ കാര്യമൊന്ന് ഓർമ്മിപ്പിക്കുന്നു. സോ 20% ഓഫോടുകൂടി നിങ്ങൾക്ക് ഇപ്പോൾ നമ്മുടെ ഫിസിക്സ്, ലൈഫ് സയൻസ്, കെമിസ്ട്രി തുടങ്ങിയ CSIR സബ്ജക്റ്റുകൾ ഇപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. സോ ഈ ഒരു അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. നിങ്ങൾക്ക് എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ ഓണാശംസകൾ. So we will see you with another video. Thank you. CC ഓണം, നല്ലോണം പഠിച്ചോണം.